കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫെബ്രുവരി 15 നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ മത്സരം ബ്ലാസ്റ്റേഴ്സിന് ജയിച്ചേ തീരൂ. ആ ദിവസം മോഹൻ ബഗാന്റെ 4 പ്രമുഖ താരങ്ങൾ കളിക്കാൻ സാധ്യതയില്ലെന്നുള്ള വാർത്ത ആരാധകർക്ക് ആശ്വാസകരമാകുന്നു. ഗ്രെഗ് സ്റ്റുവർട്ടിന് 4 യെല്ലോ കാർഡ് ലഭിച്ചതിനാൽ അന്ന് കളിക്കില്ല. സാരമായ പരിക്കുള്ള ദിമിട്രി പെട്രോസും കളിക്കാൻ സാധ്യതയില്ല. കൂടാതെ അനിരുദ്ധ് താപ്പയ്ക്കും സഹദ് അബ്ദുൾ സമദിനും പരിക്കാണെന്ന് പറയപ്പെടുന്നു. അടുത്ത മത്സരം ഫെബ്രുവരി 15 മാത്രമേ ഉള്ളൂ. അവധിക്കാലം കൂടുതലാണ്. പക്ഷേ അവധിക്കാലം എടുക്കാതെ പെപ്രയും നോവയും പരിശീലനം തുടങ്ങിക്കഴിഞ്ഞു. വിദേശ താരമായ കോമി പെപ്രയുടെ കാലാവധി 2025 അവസാനിക്കുകയാണ്. അത് നീട്ടുമോ എന്നുള്ള കാര്യം ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. നോവ സദോയി 2026 വരെയും അഡ്രിയാൻ ലൂണ 2027 വരെയുമാണ് കാലാവധി. മിലോസ് ട്രിൻസിച്ചിന് 2026 വരെ തന്നെയാണ് കാലാവധി. ആദ്യ കളിയിൽ തന്നെ ഗോൾ അസിസ്റ്റ് നൽകിയ നമ്മളുടെ പുതിയ മുത്ത് കോറോ സിംഗ്, 18 വയസ്സുകാരൻ. കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ 4 വർഷത്തെ കൂടി നീട്ടി. ഗോൾ കീപ്പർ കമൽജിത് സിംഗ് ലോൺ അടിസ്ഥാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്തു. ഇനിയുള്ള മത്സരങ്ങളിൽ ഗോളിക്ക് മാറ്റമുണ്ടാകുമെന്ന ചോദ്യത്തിന് കോച്ച് പുരുഷോത്തമൻ വ്യക്തമായി മറുപടി നൽകിയില്ല. ചർച്ചിൽ ബ്രദേഴ്സിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ പോയ തോമസ് ചെറിയാനെ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വിളിച്ചിരിക്കുന്നു. ISL സ്ക്വാഡിലേക്ക് രജിസ്റ്റർ ചെയ്യുമോ എന്ന് ഉറപ്പില്ല. കൊൽക്കത്ത മുഹമ്മദൻസ് ISL നിന്നും പുറത്താകുന്ന ആദ്യ ടീമായി മാറി മുഹമ്മദൻസ്.